ഈ ദിവസത്തെ സമഗ്ര വാർത്തകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ജനക്ഷേമത്തിലും വികസന പദ്ധതികളിലും ഊന്നി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ്. അങ്കണവാടി, ആശാ വർക്കേഴ്സിന്റെയും സാക്ഷരതാ പ്രേരക്മാരുടെയും വേതനം 1000 രൂപ കൂട്ടി. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിച്ചു. DA കുടിശ്ശിക പൂർണ്ണമായി നൽകുമെന്നും എഷ്വേർഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ മുതൽ നടപ്പാക്കുമെന്നും ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സർ, മതമാണ് പ്രശ്നം എന്നതല്ല ഞങ്ങളെ നയിക്കുന്ന മുദ്രാവാക്യം. അത് മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്നതാണ് സർ. ജനക്ഷേമമാണ് നയമെന്ന് പ്രഖ്യാപിച്ചാണ് രണ്ടാം LDF സർക്കാരിന്റെ അവസാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചത്. ആശാ, അംഗനവാടി ജീവനക്കാരുടെയും പ്രീ പ്രൈമറി അധ്യാപകർ, സാക്ഷരതാ പ്രേരക്മാർ എന്നിവരുടെയും വേതനം 1000 രൂപ കൂട്ടി. അംഗനവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെയും ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനത്തിൽ 500 രൂപയുടെയും വർധനവ് വരുത്തുന്നു. ആശാ വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് വരുത്തുന്നു. ക്ഷേമ പെൻഷനായി 14,500 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ ഓണറേറിയം കൂട്ടും. സർക്കാർ ജീവനക്കാരെ ലക്ഷ്യമിട്ടും ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായി കമ്മീഷനെ പ്രഖ്യാപിച്ചു. 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് ആവശ്യപ്പെടും. DA കുടിശ്ശിക പൂർണ്ണമായും നൽകുമെന്നും മന്ത്രി. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ്. റിപ്പോർട്ട് 3 മാസം കൊണ്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും സമയബന്ധിതമായി നടപ്പിലാക്കുകയും ചെയ്യും. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നിലവിൽ അവശേഷിക്കുന്ന DR ഗഡുക്കൾ പൂർണ്ണമായി നൽകാൻ തീരുമാനിക്കുന്നു. അഷ്വേർഡ് പെൻഷൻ നടപ്പാക്കും. മെഡിസെപ് പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് ഫെബ്രുവരിയിൽ തുടക്കമാകും. മെഡിസെപ് മാതൃകയിൽ പൊതുമേഖലാ സഹകരണ ജീവനക്കാർക്കും വിരമിച്ചവർക്കും ഇൻഷുറൻസ് പദ്ധതി. ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പുതിയ ഇൻഷുറൻസ് പദ്ധതി. വയോജനക്ഷേമത്തിനായുള്ള പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുന്ന എൽഡർലി ബജറ്റ് എന്ന പ്രത്യേക രേഖയും മന്ത്രി അവതരിപ്പിച്ചു. അധിക നികുതി നിർദ്ദേശങ്ങൾ ബജറ്റിലില്ലാത്തത് ആശ്വാസകരമാണ്. 24 തിരുവനന്തപുരം. ലോക കേരള സഭയിൽ E. ശ്രീധരനെ പരോക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. മത്സരിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞയാൾ അതിവേഗ റെയിൽ പദ്ധതി കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. അംഗീകരിക്കാൻ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു പദ്ധതി പോലും കേന്ദ്രമന്ത്രിയുടെ മനസ്സിലുണ്ടായിരുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ. അദ്ദേഹത്തിൻ്റെ ടെക്നോക്രാറ്റ് രീതി മാത്രമല്ല, അധികാര കേന്ദ്രങ്ങളിൽ നല്ല ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം വരും എന്ന് അദ്ദേഹം അടക്കം പലരും പറഞ്ഞ കാര്യമായിരുന്നു. അത്തരത്തിലുള്ള ഒരാൾ വന്നു പറഞ്ഞു ഒരു പദ്ധതി. വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. വിനേഷ്, കഴിഞ്ഞ ദിവസമാണ് E. ശ്രീധരൻ അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയെക്കുറിച്ച് പറഞ്ഞത്. ഈ സാഹചര്യത്തിലാണോ അദ്ദേഹത്തിനെ വിമർശിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? പ്രവിത, കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് E. ശ്രീധരൻ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വളരെ കൃത്യമായി തന്നെയുള്ള വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. അതായത് ഈ പ്രൊപ്പോസലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയാവാൻ വേണ്ടി താൻ മത്സരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു നടന്ന ആളാണെന്നുള്ള പരിഹാസ രൂപേണയാണ് മുഖ്യമന്ത്രി ഇത് ഈ ലോക കേരള സഭയ്ക്കിടയിൽ പ്രസംഗം ആരംഭിച്ചത്. അങ്ങനെ തുടർന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളിലേക്ക് വരുന്നത്. അതായത് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അതേക്കുറിച്ച് പിന്നീട് KV തോമസുമായി ചേർന്ന് കേന്ദ്രമന്ത്രിയും കേന്ദ്ര റെയിൽവേ മന്ത്രിയെ പോലും തങ്ങൾ കാണാൻ തയ്യാറായി. എന്നാൽ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അറിവ് പോലും ഇല്ലായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതായത് E. ശ്രീധരൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ ശ്രദ്ധയിൽ, കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽ പോലും ഈ വിഷയം പെടുത്തിയിട്ടില്ലായിരുന്നു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് KV തോമസിനെ കൂടെ കൂട്ടി കാണുകയും അദ്ദേഹത്തിന് കൃത്യമായി തന്നെ ഒരു പ്രൊപ്പോസൽ ഇങ്ങനെയാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് വേണ്ട സഹായങ്ങൾ ചെയ്യാം എന്നുള്ള രീതിയിലാണ് കേന്ദ്രത്തിൽ നിന്ന് ഒരു അനുമതി ലഭിച്ചത് എന്നും പറയുന്നുണ്ട്. എന്തായാലും ശ്രീധരൻ്റെ നിലപാടുകളെ മുഖ്യമന്ത്രി വളരെ രൂക്ഷമായ ഭാഷയിൽ അല്ലെങ്കിൽ പോലും വിമർശിക്കുകയാണ്. പരോക്ഷമായി തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും പരോക്ഷമായി തന്നെ അദ്ദേഹത്തെ വിമർശിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനൊരു മറുപടി വളരെ കൃത്യമായി തന്നെ പിണറായി വിജയൻ നൽകിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രവിത, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ E. ശ്രീധരനെ വിമർശിച്ചിരിക്കുകയാണ്. ലോക കേരള സഭയിലാണ് E. ശ്രീധരനെ പരോക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി രംഗത്ത് വന്നത്.
വാർത്താമഴയിലേക്ക് വീണ്ടും ഇനി ഇടുക്കിയിലേക്കാണ്. തൊടുപുഴ KSRTC സ്റ്റാൻഡിൽ ജീവനക്കാർ യാത്രക്കാരനെ മർദ്ദിച്ചു. യാത്രക്കാരൻ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയെന്നാണ് വിശദീകരണം. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുകയാണ്. രാഹുൽ, എന്താണ് സംഭവിച്ചത്? ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ യാത്രക്കാരനെ ജീവനക്കാർ മർദ്ദിക്കാൻ ഇടയായത്? എന്താണ് ഇവരുടെ വിശദീകരണം? പ്രവിധ, KSRTCയുടെ ഒരു വിശദീകരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ മർദ്ദിച്ച ജീവനക്കാരുടെ ഒരു വിശദീകരണമായിട്ട് പുറത്തേക്ക് വരുന്നത്, മദ്യപിച്ച് ബഹളം ഉണ്ടാക്കി അതിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആദ്യം കൗണ്ടർ പോയിന്റിൽ ചെന്ന് ആ യാത്രക്കാരൻ സംസാരിക്കുന്നു. പിന്നീട് അവിടെ നിന്നിരുന്ന ഡ്യൂട്ടി കഴിഞ്ഞ് അവിടെ നിൽക്കുകയായിരുന്ന ഒരു ജീവനക്കാരനോട് സംസാരിക്കുന്നു. അവർ തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു. ആ ജീവനക്കാരൻ താകിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ജീവനക്കാരൻ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാവുകയും ചെയ്തത്. ആ ജീവനക്കാരൻ ആ യാത്രക്കാരനെ ആദ്യം മർദ്ദിക്കുകയാണ്. മുഖത്തിനിട്ട് ആഞ്ഞടിക്കുന്നു, ദേഹത്തിനിട്ട് അടിക്കുന്നു. അതിന് പിന്നാലെ യൂണിഫോമിൽ ഉണ്ടായിരുന്ന ഡ്യൂട്ടിയിലുള്ള മറ്റൊരു ജീവനക്കാരൻ വരികയും ആ യുവാവിന്റെ മുഖത്തടിക്കുകയും ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് KSRTC പറഞ്ഞിരിക്കുന്നത്. പോലീസ് ഇതുവരെ എന്തായാലും സംഭവത്തിൽ കേസെടുത്തിട്ടില്ല. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട് ഊട്ടി കൂനൂരിൽ വന്യമൃഗശല്യം രൂക്ഷം. കരടി ആശുപത്രി ക്യാന്റീനിൽ കയറി ഭക്ഷണം എടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. മനീഷ് മൂർത്തിയാണ് വിവരങ്ങളുമായി ചേരുന്നത് ചെന്നൈയിൽ നിന്ന്. മനീഷ്, നിരന്തരം നമ്മൾ കൂനൂരിൽ നിന്നുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് കരടി ശല്യം രൂക്ഷമാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. കരടി ഭക്ഷണം എടുക്കുന്നത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എപ്പോഴായിരുന്നു ഈ സംഭവം? പ്രവിധ, ഇന്നലെ പുലർച്ചെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. കൂനൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ ക്യാന്റീനാണത്. ആ ക്യാന്റീനിനകത്തേക്ക്, അതായത് വാതിൽ തകർത്ത കരടി അകത്ത് കടന്നത് എന്നുള്ളതാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. വാതിൽ തകർത്ത് ഈ ക്യാന്റീനകത്ത് കടക്കുന്നു. അതിനുശേഷം ഫ്രിഡ്ജ് തുറന്ന് അതിനകത്തുള്ള ഭക്ഷ്യവസ്തുക്കൾ എടുത്ത് പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പറഞ്ഞ മേഖലയിൽ, കൂനൂർ മേഖലയിൽ കരടിയുടെയും അതുപോലെ തന്നെ പുലിയുടെയും ശല്യം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ഉപാസി എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു സംവിധാനമുണ്ട്. അവിടെ അതിന്റെ മേഖലകളിലൊക്കെ വലിയ തോതിൽ പുലിശല്യമുണ്ട് എന്നുള്ളത്. എല്ലാ ദിവസവും ആളുകൾ പുലിയെ കാണുന്ന രീതിയിലുള്ള അത്ര ഭീകരമായിട്ടുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമാണ് ഈ പറഞ്ഞ കൂനൂർ എന്ന് പറയുന്ന മേഖലയിലുള്ളത്. കരടിയുടെയും പുലിയുടെയും ശല്യം കൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലുകളും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നൊരു പരാതിയും അവിടെ ഉണ്ട്. കാരണം കൂട് വെച്ച് പിടിക്കുക, അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിലേക്ക്, അല്ലെങ്കിൽ ജനവാസ മേഖലയിൽ നിന്ന് ഇവയെ ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഒന്നും തന്നെ വനംവകുപ്പ് ഇടപെടുന്നില്ല എന്നൊരു വലിയ പരാതിയും അവിടുത്തെ നാട്ടുകാർക്കുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് കരടി ഈ പറഞ്ഞ ആശുപത്രി ക്യാന്റീനിൽ കയറിക്കൊണ്ട് അവിടെ നിന്നും ഭക്ഷണം വ്യക്തമാണ്. മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. ഊട്ടി കൂനൂരിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടുകയാണ് അവിടുത്തെ ജനങ്ങൾ എന്നുള്ള വിവരമാണ് മനീഷ് മൂർത്തി പങ്കുവച്ചത്. മൂന്നാർ മാട്ടുപ്പെട്ടിയിൽ തെരുവുനായയുടെ ആക്രമണം. വിനോദസഞ്ചാരികൾക്ക് നായയുടെ കടിയേറ്റു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. രാഹുൽ, എത്രത്തോളം ഗുരുതരമാണ് ഇവരുടെ പരുക്ക്? ഇവർ നാട്ടിൽ നിന്നുള്ളവരാണ്? പ്രവിധ, മാട്ടുപ്പെട്ടി എക്കോ പോയിന്റിലാണ് ഇന്ന് ഉച്ചയോടുകൂടി തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. അവിടെ കട നടത്തുന്ന ഒരാളെയും, യേശു എന്ന് പറയുന്ന ഒരാളെയും, അതുപോലെ തന്നെ മറ്റ് വിനോദസഞ്ചാരികളായിട്ടുള്ള ആളുകളെയുമാണ് തെരുവുനായ ആക്രമിച്ചത്. 3 പേർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 7ഓളം പേരെ തെരുവുനായ ആക്രമിച്ചു എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും മാട്ടുപ്പെട്ടിയിലും എക്കോ പോയിന്റിലും ഉൾപ്പെടെ തെരുവുനായ ശല്യം അതിരൂക്ഷമായിരുന്നു. അത് പരിഹരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് നിരന്തരം ആളുകൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷെ അതിനൊരു പരിഹാരം ഉണ്ടായില്ല. മുൻപ് മൂന്നാർ പഞ്ചായത്തിൽ ഉണ്ടായ ഒരു വിഷയത്തെ തുടർന്ന് തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിൽ ഒരു വീഴ്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നേരത്തെ ഒരു 200ഓളം തെരുവുനായ്ക്കളെ ജീവനോടെ കുഴിച്ചുമൂടിയെന്ന പരാതി ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഈ തെരുവുനായകളെ പിടിച്ചു മാറ്റുന്നതിനോ അല്ലെങ്കിൽ അത് തെരുവുനായ ശല്യം പരിഹരിക്കുന്ന ഒരു നടപടി മൂന്നാർ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും തെരുവുനായ ശല്യ ആക്രമണത്തിൽ 7ഓളം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞത്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ആധുനിക പ്രണയസങ്കല്പങ്ങൾ ചർച്ച ചെയ്ത് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ. മാറിക്കൊണ്ടിരിക്കുന്ന പ്രണയസങ്കല്പങ്ങളെയും ഡേറ്റിംഗ് സംസ്കാരത്തെയും കുറിച്ചുള്ള ചർച്ചകൾക്ക് കൂടി വേദിയായിരുന്നു സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ. അരികെ റെഡെഫിനിങ് റിലേഷൻഷിപ്സ് വൺ സ്വൈപ്പ് അറ്റ് എ ടൈം എന്ന സെഷനിലാണ് പുതിയ കാലത്തെ ബന്ധങ്ങളിലെ വൈവിധ്യങ്ങളും വെല്ലുവിളികളും ചർച്ചയായത്. ജെൻ സി, ജെൻ ആൽഫ തലമുറകൾക്ക് മുന്നിലുള്ള വൈവിധ്യമാർന്ന തെരഞ്ഞെടുപ്പുകളെയും അവസരങ്ങളെയും കുറിച്ചായിരുന്നു ചർച്ച. ബന്ധങ്ങൾക്ക് ഏത് രീതിയിലാണ് പുതിയ തലമുറ വില കൽപ്പിക്കുന്നതെന്ന് ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചു. ആധുനിക കാലത്ത് ഡേറ്റിംഗ് എന്നത് വെറും ഒരു ലക്ഷ്യസ്ഥാനമല്ലെന്നും
പരീക്ഷണങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും സ്വയം കണ്ടെത്താനുള്ള ഒരു യാത്രയായി മാറിയിരിക്കുകയാണെന്നും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സൈലേഷ്യ ജി പറഞ്ഞു. Previously, in our times, it was just one word. It's complicated. Now it's like we have very specific words to describe many relationships. And I think dating is not a destination. It is just an exploration process. ബന്ധങ്ങളിൽ പെട്ടെന്നുള്ള വൈകാരിക പ്രതികരണങ്ങളെക്കാൾ ഉപരിയായി ബോധപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചായിരുന്നു എഴുത്തുകാരൻ അമർനാഥ് ശങ്കർ സംസാരിച്ചത്. Even the process of choice, you need to pay enough attention, and it's a navigation, it's a maneuvering process. So even if you fail in the beginning, then it is going to be very devastating. വൈകാരികമായ തിരിച്ചറിവോടെയും കൃത്യമായ ആശയവിനിമയത്തിലൂടെയും പുതിയ കാലത്തെ ബന്ധങ്ങൾ കൂടുതൽ ബലപ്പെടുത്താൻ കഴിയുമെന്ന് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു ജെയിൻ സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ. അക്കാദമിക് വിദഗ്ധ മിഥില ജോസ് മോഡറേറ്ററായിരുന്നു. 24 കൊച്ചി. CPI ചടയമംഗലം മുൻ മണ്ഡലം സെക്രട്ടറി എ മുസ്തഫ RSPയിൽ ചേർന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ചിഞ്ചുറാണിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് ചടയമംഗലത്ത് പ്രതിഷേധമുയർത്തിയ നേതാവാണ് എ മുസ്തഫ. CPIM സഹയാത്രികൻ BN ഹസ്കറും RSPയിൽ ചേർന്നു. സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി മകളെ അപമാനിക്കുന്നുവെന്നാരോപിച്ച് പോലീസിൽ പരാതി നൽകി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ മാതാപിതാക്കൾ രാജൻ ജോസഫ്, സിബി തോമസ് എന്നിവർക്കെതിരെയാണ് കൊല്ലം റൂറൽ SP പരാതി നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി ചേർത്താണ് അപവാദ പ്രചാരണങ്ങളെന്നും പരാതിയിൽ പറയുന്നു. ഇതോടെ വാർത്താമഴ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.